ക്ലാസ്സിലെടുത്ത വരെ ഡിസ്കസ് ചെയ്ത് നമ്മള് നമ്മൾ ലാസ്റ്റ് വെലോസിറ്റി കണ്ടുപിടിക്കുന്നത് അല്ലേ? Then അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റെപ്പ് എന്താ? എടാ ക്വസ്റ്റ്യൻ്റെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? P02 കണ്ടുപിടിക്കുക. എന്നിട്ട് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണം. ചെയ്ത് ഫിനിഷ് ചെയ്യാത്ത കൂട്ടുണ്ടോ? പ്രഷർ ലോസ് വരെ പറഞ്ഞിട്ട് പോവാം. പ്രസന്റേഷൻ ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ എന്തുവരെ നോക്കി? വെലോസിറ്റി വരെ നോക്കി, സ്റ്റാറ്റിക് പ്രഷർ നോക്കി, സ്റ്റാറ്റിക് ടെമ്പറേച്ചർ, സ്റ്റാറ്റിക് വെലോസിറ്റി നോക്കി. അതിന്റെ സെക്കൻഡ് പാർട്ട് ആണ് എന്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ്. സോ സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കണം നമ്മൾ P01 വേണം, P02 വേണം. ഓക്കെ, സോ P01 കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? ഇനീഷ്യലി ഏത് ടേബിൾ വെച്ചിട്ടാ P01 കണ്ടുപിടിക്കുക? ഐസെൻട്രോപിക് ടേബിൾ. അതായത് ഗാമ ഈക്വൽ ടു 1.3, എം ഈക്വൽ ടു 0.4. അത് വെച്ചിട്ട് എന്ത് ചെയ്യാ? ഐസെൻട്രോപിക് ടേബിളിന് P1 ഡിവൈഡ് ബൈ P01ന്റെ വാല്യൂ നോക്കുക. സോ P1 നമുക്കറിയാം, P01 നമ്മൾ കണ്ടുപിടിക്കണം. ചെയ്യാത്തവര് ഒന്ന് ചെയ്ത് ഇതുവരെ ചെയ്യാതെ ഈ ക്ലാസ്സിൽ എടുത്തിട്ട് വരെ വെച്ച് നിർത്തിയ കൂട്ടുണ്ടാവുമല്ലോ, അവരൊന്ന് ചെയ്ത് കണ്ടുപിടിച്ചൊന്ന് വാല്യൂസ്. കാർത്തിക് ഉണ്ടോ ക്ലാസ്സില്? കാർത്തിക് കാർത്തിക് ചെയ്തില്ല? പ്രോബ്ലം ചെയ്തില്ല? ചെയ്തിട്ടില്ല. ഐസെൻട്രോപിക് ടേബിൾ എടുത്തിട്ട് പെട്ടെന്ന് ആ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. എന്ത് എക്സാം? എനിക്ക് NDT-ന്റെ ഇത് ഒരു എക്സാം ഉണ്ട്, ഫിറ്റ് അതിന്റെ കഴിഞ്ഞ ആഴ്ച. ഇപ്പൊ ഡാറ്റ ബുക്ക് ഇല്ലേ കയ്യില്? ഇല്ല സാർ. നീ ഇപ്പൊ ഇല്ലേ? ഞാനിപ്പോ വീട്ടിലെ. ഡാറ്റ ബുക്ക് ഒന്നും ഇല്ലാതെ എന്താ വെച്ചിട്ട് ഇരിക്കുന്ന ക്ലാസ്സിൽ? നിങ്ങളോട് ഇന്നലെ പറയാൻ തുടങ്ങിയല്ലേ? എത്ര ദിവസമായി പറയും? ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡാറ്റ ബുക്കിലാണ് നിങ്ങൾ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുക? എത്ര ദിവസമായി നിങ്ങളോട് ഈ പറയുന്നത്? നിഖിലെ വാല്യൂ എത്ര വരിക? നിഖിൽ കണ്ടുപിടിച്ചാ? നിഖിൽ എത്രയാ വാല്യൂ വരുന്ന നോക്കുന്നത് ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട്? എഴുതി കണ്ടുപിടിക്കാൻ പറഞ്ഞേ. P1 by P01ന്റെ വാല്യൂ കണ്ടുപിടിക്കും ഐസെൻട്രോപിക് ടേബിൾ വെച്ചിട്ട്. 0.902 വരും. സോ P01ന്റെ വാല്യൂ എന്ത് വരും? P01 ഈക്വൽ ടു 4 divided by 0.902. That is 4.43 bar. അല്ലേ? 4.43 bar. ശരി, ഇനി എന്താ ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കിട്ടണം. സോ P01ഉം P02 ആണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. സോ P02 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ ചെയ്യാ? P02 കണ്ടുപിടിക്കാൻ എന്താ അമല ചെയ്യാ? അമൽ കെ പി ഇല്ലേ ക്ലാസ്സിൽ? അമൽ
MLKP ക്ലാസ്സിലുണ്ടാവും. അശ്വിനുണ്ടോ ക്ലാസ്സിൽ? ഹലോ ഹലോ. ഓക്കെ, അമല് കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ്, അമല് കേൾക്കുന്നുണ്ടോ? ആ സാർ. ഇത് പറഞ്ഞേ. അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യാ? നമ്മൾ P01 കിട്ടി, ഇനി P02 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? അടുത്ത സ്റ്റെപ്പ് എന്താ വരിക? അതിന് പ്രോബ്ലം ചെയ്തിനാ? ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? ആ ഉണ്ട്, പറ. ഹലോ. സാർ P02/P01 എടുക്കും. ഓക്കെ, P02/P01 എടുക്കും. എന്നിട്ട് അതിൽ P02 നിനക്കറിയോ? ആ P02, ഓക്കെ, P02/P01 എടുക്കും. ഓക്കെ, എന്നിട്ട് P02/P01 എടുത്തിട്ട് P02 കണ്ടുപിടിക്കും. അതെ, P02 കണ്ടുപിടിക്കാനാ പറഞ്ഞത്. P02/P01 എടുത്താൽ P02 കിട്ടുമോ? കാരണം ഈ വാല്യൂ നിനക്കറിയോ? ഇനി എന്താ ചെയ്യാ? ആ P02/P0 സ്റ്റാർ 0.8 ആ P02/P0 സ്റ്റാർ 0.8 then P01/P0 സ്റ്റാർ 0.4 അല്ലേ? 0.4 അല്ലേ? എന്ത് ചെയ്യാ? P01 നമുക്കറിയാം. ഈ വാല്യൂ ഡാറ്റ ബുക്ക് നോക്കി കിട്ടും. വാല്യൂ ഫ്ലോ ടേബിൾ എടുത്ത് P02ന്റെ വാല്യൂ എത്ര വരുമെന്ന് കണ്ടുപിടിച്ചിട്ട് പറഞ്ഞേ. P02ന്റെ വാല്യൂ എത്ര വരിക? എത്ര വില വരിക ഒന്ന് കണ്ടുപിടിച്ച? ഒരു ടേബിൾ എടുത്താ P01/P0 സ്റ്റാറിന്റെ വാല്യൂ എന്താ? P01/P0 സ്റ്റാറിന്റെ വാല്യൂ എന്താ? എന്താ ഇതിന്റെ വാല്യൂ? P01/P0 സ്റ്റാറിന്റെ വാല്യൂ ഡാറ്റ ബുക്ക് ഉണ്ടോ കയ്യില്? എന്താണ്? നെറ്റ് കണക്ഷൻ ഇല്ലേ? എന്താ ചെയ്ത് വിട്ടാരും പറ. എന്താ വാല്യൂ വരുന്നത്? P02/P0 സ്റ്റാറിന്റെ വാല്യൂ 3.92. എത്ര? P02 3.92. P02 3.918 വരും. സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? സ്റ്റാഗ്നേഷൻ പ്രഷർ ലോസ് എത്ര വരുന്നത്? 0.51. P01 minus P02 വരും അല്ലേ? That means 4.43 minus 3.92 value 0.512. This will be the stagnation pressure loss. Okay, then അടുത്ത പോർഷൻ എന്താ ക്വസ്റ്റ്യന്റെ?
ക്വസ്റ്റ്യൻ അടുത്ത പാർട്ട് എന്താ? fuel air ഫ്യൂൽ എയർ ഫ്യൂൽ റേഷ്യോ കണ്ടുപിടിക്കാം അല്ലേ? ഫ്യൂൽ റേഷ്യോയിലെ ക്വസ്റ്റ്യൻ എടുത്തത്. ആൻസർ ഏതാ എന്തിന്റെ ആൻസർ ചോദിച്ചാ? fuel air ratio എയർ റേഷ്യോ 94:1. എയർ ഫ്യൂൽ റേഷ്യോ ആണ്, ഫ്യൂൽ എയർ റേഷ്യോ അല്ല. എയർ ഫ്യൂൽ റേഷ്യോ 94:1 വരും അപ്രോക്സിമേറ്റ്ലി. നമ്മൾ ഇതുപോലൊരു പ്രോബ്ലം, ഇതിന്റെ ഒരു റിവേഴ്സ് ഓർഡറിൽ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. എയർ ഫ്യൂൽ റേഷ്യോ വന്നിട്ട് തിരിച്ച് കാണുന്ന പോലത്തെ ഒരു മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ഒന്ന് റിവേഴ്സ് ഓർഡറിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഇനീഷ്യലി നമുക്ക് ക്വസ്റ്റ്യൻ എന്തൊക്കെ തന്നിട്ടുണ്ട്? കാര്യമായിട്ടൊന്നും തന്നിട്ടില്ല. നമുക്ക് ഹീറ്റ് തന്നിട്ടില്ല. കലോറിഫിക് വാല്യൂ ഇതുവരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പോയിന്റ് തന്നിട്ടുണ്ട്. സോ ഇനീഷ്യലി കലോറിഫിക് വാല്യൂ വെച്ചിട്ട് മാസ്, നമ്മൾ ആ പ്രോബ്ലത്തിൽ ചെയ്ത ക്ലാസ്സിൽ ചെയ്ത ഒരു പ്രോബ്ലത്തിൽ കലോറിഫിക് വാല്യൂ വെച്ച് മാസ് ഫ്യൂൽ റേഷ്യോനെ കണക്ട് ചെയ്യുന്നു. ടോട്ടൽ ഹീറ്റ് എന്തായാലും കണ്ടുപിടിക്കണം. കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ അതുവരെ കണക്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആഡർ കണ്ടുപിടിക്കണം. റൈറ്റ്? ടോട്ടൽ ഹീറ്റ് ആഡർ കണ്ടുപിടിക്കണം. എന്താ ഹീറ്റ് ആഡറിന്റെ ഇക്വേഷൻ? CP into T02 and T01. CP into T02 minus T01. റൈറ്റ്? എന്ത് വേണം നമുക്ക്? T02 T01 വേണം. CP നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. T01 ആദ്യം കണ്ടുപിടിക്കാം. എങ്ങനെ T01 കണ്ടുപിടിക്കാം? ഐസെൻട്രോപിക് ടേബിൾ എടുക്കാം. ഗാമ ഈക്വൽ ടു, അത് എഴുതാൻ കാരണം മാറിപ്പോ ടേബിൾ നോക്കുമ്പോൾ ഉള്ളതുകൊണ്ടാണ്. M1 ഈക്വൽ ടു 0.4 എന്തെടുക്കുക? T1 ഡിവൈഡ് ബൈ T01 വാല്യൂ എടുക്കുക. എന്നിട്ട് T01ന്റെ വാല്യൂ ആദ്യം കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച ഭഗത് അതിന് മൈക്കൊക്കെ വേണമല്ലോ. ഇന്നലെ മൈക്ക് ഓണായിരുന്നല്ലോ ഭഗത്തെ. ഇന്നത്തേക്ക് പോയാ മൈക്ക് ആദ്യം പോയാ? ഫോണിന്റെ മൈക്ക് കംപ്ലീറ്റ് ആയി വീണ്ടും. പ്രസന്റേഷൻ അപ്പൊ നീ എങ്ങനെ എടുത്ത്? വാല്യൂ പറഞ്ഞേ നോക്കിയിട്ട്. T1 by T01 ഐസെൻട്രോപിക് ടേബിൾ നോക്കിയിട്ട്. എന്താ വിഷ്ണുവേ? ഇത് മുന്നേ ചെയ്ത പ്രോബ്ലത്തിന് റിവേഴ്സ് ചെയ്യല്ലേ ഉണ്ട്? ഏകദേശം ആ ഓർഡറിലാണ്. എന്നാൽ 100 മുകളിൽ 100 മുകളിലോ? നമുക്ക് നോക്കാം. ഇനീഷ്യലി ഹീറ്റ് ആണ്, ഹീറ്റ് ആഡർ ആണ്. നോക്കാം. അതിനോട് പറഞ്ഞ കേട്ടനോ? നിങ്ങൾ ഇത് പ്രോബ്ലം ചെയ്യാണ്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് പാസ്സാകാൻ പറ്റൂലേ? അതേ പറഞ്ഞേക്കാം. ഡാറ്റാ ബുക്കും വാങ്ങാണ്ട് ഒരു സെമ്മ് മൊത്തമായിരുന്നു. കുറെ ആൾക്കാരുണ്ട് ഇങ്ങനെ. എത്രയാ T1 by T01 വാല്യൂ പറഞ്ഞ ആരെങ്കിലും? എത്രയാ വരുന്നത് വെച്ചാ? 0.97.
977 വരും. So T01 419.6. 410 divided by 0.907. എത്ര കിട്ടിയ? 419.65. 419 ആണ്. ഓക്കെ. ഒന്നുകൂടെ നോക്കിയേ. സാർ അവന് 419 എങ്ങനെ? 0.972. ഓക്കെ. 97 ആണ്. Clear. അത്ര ഒന്ന് 410 divided by 165 അല്ലേ? 419.65 T01. So T01 ഇട്ട് then T02 കിട്ടണം. എന്ത് ചെയ്യാ? T02 T02 by T01. T02 by T01 ഈ മെത്തേഡിലല്ലേ ചെയ്യാ? ആവശ്യമില്ലാതെ മൈക്കാണ് ഓഫ് ചെയ്ത്. T02 വാല്യൂ എത്ര വരിക? 781. കറക്റ്റ് അല്ലേ? കാൽക്കുലേഷൻ 7 81.55. 781.55 ഇത് തന്നെ എല്ലാരും കിട്ടുന്നത്. ഞാൻ കാൽക്കുലേറ്റ് ഇട്ടതിൽ ചെറിയൊരു വേരിയേഷൻ വന്നു. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യാം. ഇത് വെച്ചിട്ട് ഒന്ന് ഹീറ്റ് നിങ്ങളെ കിട്ടിയ T01 T02 വാല്യൂ വെച്ചിട്ട് ഒന്ന് ഹീറ്റിന്റെ വാല്യൂ കണ്ടുപിടിച്ച Q CP ഇൻറ്റു T02 മൈനസ് T01 വെച്ചിട്ട് 14.0. എല്ലാവരും ചെയ്തു. ഒറ്റ സമയം പറ. ക്യൂവിന്റെ വാല്യൂ എത്രയാണ്? Q is equal to CP into
ഇത് കിട്ടിയ പറ വാല്യൂ പറ 781. Q വാല്യൂ എത്ര 14 ഇതന്നല്ലേ 414. ആ ഓക്കെ 414 Q കിട്ടി റൈറ്റ്. ഇത് ടോട്ടൽ ഹീറ്റ് ആഡഡ് കിട്ടിയത്. ഇനി എയർ ഫ്യൂൽ റേഷ്യോ Mass പ്ലസ് flow 1. എന്താ പറഞ്ഞ മനസ്സിലായില്ല. ഇല്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എയർ ഫ്യൂൽ റേഷ്യോ പ്ലസ് 1 എടുത്തിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മറ്റേ ക്യൂന്. ഓക്കെ ഇതില് അതേ മെത്തേഡല്ല കറക്റ്റ്, ഇതിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ. അതൊരു കൺസെപ്റ്റ് മെത്തേഡ് എന്നേ ഉള്ളൂ. സോ ഇനീഷ്യലി എന്താ നമ്മള് ഇൻലെറ്റിലുള്ള ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നത് നമ്മള്. നേരത്തെ നമ്മൾ എയർ ഫ്യൂൽ റേഷ്യോ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് മാസ് ഫ്ലോ റേറ്റ് അസ്യൂം ചെയ്താണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്താണെങ്കിൽ ഇങ്ങോട്ട് നമ്മൾ ഇവിടുന്ന് ρ1 A1 C1 ഇക്വേഷൻ വെച്ചിട്ടും നമ്മള് മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കാൻ നോക്കുകയാണ്. ഇത് ഒരു അസംഷൻ എടുക്കുന്ന ഏരിയ യൂണിറ്റ് ആയിട്ട് എടുക്കുന്നുണ്ട്, റൈറ്റ്. ടോട്ടൽ, അതായത് എയർ ഫ്യൂവൽ മിക്സ്ചറിന്റെ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുക. എയർ ഫ്യൂവൽ മിക്സ്ചറിന്റെ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ്. ഓക്കെ, ഡെൻസിറ്റീനെ P1 R1 T1, ഈ എ എന്നുള്ള വാല്യൂ ഞാൻ അസംഷൻ എടുക്കുകയാണ്, അത് യൂണിറ്റി ആയിട്ട്. ഓക്കെ, P1 വാല്യൂ ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരുന്നു ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ്. ഈ എം ഡോട്ട് വാല്യൂ ഫൈവ് പോയിന്റ് 5. വിഷ്ണു എന്താ ഡൗട്ട് വന്നേ? വിഷ്ണു പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലേ, മെസ്സേജിലിട്ട്. വിഷ്ണു ഇല്ലേ, ക്ലാസ്സിലില്ലേ? ഇതുവരെ ചെയ്ത സ്റ്റെപ്പും മനസ്സിലാവാത്ത കൂട്ടരുണ്ടോ ആരെങ്കിലും? എന്താ ഇതില്ല അത്? T0 ടേബിളിന്റെ കൺഫ്യൂഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അത് ക്ലിയർ ആവാൻ എങ്ങനെ എടുക്കുന്നത് നല്ലതാ? അല്ല, അത് T02 എടുത്തില്ലേ, T02 എടുത്തില്ലേ, അത് ഡാറ്റ ടേബിളിൽ അങ്ങനെ ഒരു റെപ്രസെന്റേഷൻ ഇല്ലല്ലോ, അത് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയതാ. ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെയാണ്. എം ഡോട്ട് എത്രയാ വന്നേ? P1 വാല്യൂ 4 × 10⁵5 ബാറിലുള്ളത് SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണേ. R വാല്യൂ 264, T1 410 × 1 × 150. എത്ര വരുന്നേ എം ഡോട്ട് ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ്? എത്രയാടാ, കേട്ടില്ല. 554.33. 554.83 32. 3 കിലോഗ്രാം പെർ സെക്കൻഡ്.
റൈറ്റ്. ഈ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ഈ എം ഡോട്ട് എന്ന് പറയുന്നത് എയർ പ്ലസ് ഫ്യൂവൽ മിക്സറിന്, അതായത് എം ഡോട്ട് എയർ പ്ലസ് എം ഡോട്ട് ഫ്യൂവൽ ആണ്. ഓക്കെ, എം ഡോട്ട് എയർ പ്ലസ് എം ഡോട്ട് ഫ്യൂവൽ ആണ് ഈ ടോട്ടൽ എയർ ഫ്യൂവൽ മിക്സ്ചർ എന്ന് പറയുന്നത്. സോ നമ്മൾ ടോട്ടലി ഹീറ്റ് ആഡ് ചെയ്തു അല്ലെ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എത്രത്തോളം ഹീറ്റ് ഇതിലേക്ക് കൊടുക്കുന്നുണ്ടെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഈ വരുന്ന ഹീറ്റ് തേച്ച് എവിടുന്ന ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ്. എയറിന്ന് ഹീറ്റ് ഒന്നും വരാനില്ല. ഫ്യൂവലിന്റെ കലോറിഫിക് വാല്യൂ വെച്ചിട്ടാണ് എന്ത് വരുന്നത്, ടോട്ടലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ്. പക്ഷെ എന്താ ഈ യൂണിറ്റ് നോക്കിയേ, ഇത് പെർ കിലോഗ്രാമിലുള്ളതാണ്. അതായത് 1 കിലോഗ്രാം ഓഫ് എയർ ഫ്യൂവൽ മിക്സർ കൊടുത്താൽ ഇത്രയും ഹീറ്റ് കിട്ടും. റൈറ്റ്, 1 കിലോഗ്രാം ഓഫ് എയർ ഫ്യൂവൽ മിക്സർ കൊടുത്താൽ ഇത്രയും ഹീറ്റ്. ദെൻ ഇപ്പൊ ടോട്ടൽ മാസ് വെച്ചിട്ടുള്ള ഹീറ്റ് ആദ്യം കണ്ടുപിടിക്കണം നമ്മൾ. അത്രയും ഹീറ്റ് വരുന്നത് നമ്മളിപ്പോ എന്ത് കണ്ടുപിടിച്ചു, ക്യൂ വാല്യൂ കണ്ടുപിടിച്ചു പെർ കിലോഗ്രാം, കിലോ ജൂൾ പെർ കിലോഗ്രാം. ഇത് ഇൻറ്റു എം ഡോട്ട്, ടോട്ടലി ഇല്ല എയർ ഫ്യൂവൽ മിക്സ്, എയർ ആൻഡ് ഫ്യൂവൽ മിക്സ്ചറിന്റെ ടോട്ടൽ മാസ്. ഒരു പെർ കിലോഗ്രാം മിക്സ്ചറിന് ഇത്രയും ഹീറ്റ് വരുമ്പോൾ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റിന് എത്ര ഹീറ്റ് എമൗണ്ട് ആഡ് അപ്പ് ആവും നോക്കുക. ഇത് ഏടുന്ന് ഈക്വൽ ആയിരിക്കും, ഇറ്റ് വിൽ ബി ഈക്വൽ ടു, ഇത്രയും ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ഈ ഫ്യൂവല് ബേൺ ചെയ്തിട്ട് മാത്രമാണ്. ഓക്കെ, സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എം ഡോട്ട് എഫ്, കലോറിഫിക് വാല്യൂ ഓഫ് ഫ്യൂവൽ. ടി വി നേരിട്ട് കൺഫ്യൂഷൻ ആവാറെ, കലോറിഫിക് വാല്യൂ ആണ്. റൈറ്റ്, ക്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, എം ഡോട്ട് ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് 554 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എം എഫ് വാല്യൂ നമുക്കറിയില്ല, സി വി വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. റൈറ്റ്, ഇത്രയും വെച്ച് നമുക്ക് എന്ത് കിട്ടും, എം എഫ് വാല്യൂ കിട്ടൂല. ഈ പറഞ്ഞ കൺസെപ്റ്റ് ക്ലിയർ ആയിനോ? ഈ എന്താ എഴുതിയെന്ന് മനസ്സിലായിനോ? അത് എഴുതിയതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എം എഫ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എത്ര വരികയാണ്, അതായത് ക്യൂ ഇൻറ്റു എം ഡോട്ട് ഡിവൈഡ് ബൈ സി വി. ക്യൂ എന്ന് പറയുന്നത് പെർ കിലോഗ്രാം ഓഫ് എയർ ഫ്യൂവൽ മിക്സറിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹീറ്റ്, അത് നമ്മൾ സി പി ഇക്വേഷൻ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തു. എം ഡോട്ട് എന്ന് പറയുന്നത് ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ഓഫ് എയർ ഫ്യൂവൽ mixture, right? The total heat is delivered from burning of fuel, so it will be equal to mass flow rate of fuel into calorific value of fuel, right? So calorific value നമുക്ക് എത്രയാണ് തന്നിട്ടുണ്ട്. Correspondingly value substitute ചെയ്തിട്ട് m dot mf ന്റെ വാല്യൂ കണ്ടുപിടിച്ച് നിന്നെ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞേ എത്ര വരുന്നത്. സാറേ കലോറിഫിക് വാല്യൂ ഇൻറ്റു 10³ ചെയ്യണോ? ഏതിന്റെയാടാ നമുക്ക് മനസ്സിലായില്ല. മെഗയിലല്ലേ ഉള്ളേ? തന്ന വാല്യൂ കിലോ ജൂൾ പെർ ലിറ്റർ, എല്ലാം കിലോ ജൂൾ പെർ കിലോഗ്രാം ആക്കി ചെയ്തോ. 5.337 ആയിരം എം എഫ്. ഒരു സെക്കൻഡ്, ഞാൻ ഒന്ന് കാൽക്കുലേറ്റ്, ചെറിയ കാൽക്കുലേഷൻ. എല്ലാവർക്കും ആ വാല്യൂ തന്നെ വരുന്നത്. ആ 5.337. 5.337. So then m dot air എത്ര വരും അന്നേരം? ടോട്ടൽ എം ഡോട്ട് നമുക്കറിയാം ഈക്വേഷനിൽ നിന്ന്. സോ എം ഡോട്ട് എയർ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഈ ടോട്ടൽ എം ഡോട്ടിന് എം ഡോട്ട് എഫ് മൈനസ് ചെയ്ത് എന്ത് കിട്ടും, എം ഡോട്ട് എയർ കിട്ടും. എത്രയായിരുന്നു നോക്കിയോ ജസ്റ്റ് വാല്യൂ. എത്രയുടെ എം ഡോട്ട് എയർ വരുന്നത്?
5 48.9. 8.9. This will be the unit എഴുതണേ. m dot air m dot fuel. So air fuel ratio ആണുമ്പോൾ m dot air divided by m dot fuel നോക്കിയാൽ മതി. Approximately more than 1 to ആ range തന്നെ വരാം, 100 റേഞ്ചിൽ തന്നെ വരാം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിൽ ഇത്രയൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ആയിട്ട് നോക്കിയാൽ മതി. ന്യൂമറിക്കൽ കൺസെപ്റ്റ് ആക്കി മാത്രം നോക്കിയാൽ കേട്ടോ, ഈ വാല്യൂ ഒന്നും വരുമല്ലോ ഒരിക്കലും. 102.9 is to 1 kilogram of fuel, 3 kilogram of air എന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ്റെ എല്ലാ സ്റ്റെപ്പും ക്ലിയർ ആയിനാ? ക്ലാരിഫൈഡ് ആയിരുന്നു? ഏതെങ്കിലും സ്റ്റെപ്പ് ക്ലിയർ ആവാതെ ഉണ്ടോ ഈ പ്രോബ്ലത്തിന്റെ? ഉണ്ടോ? നിങ്ങളോട് ചോദിക്കുന്ന എന്തെങ്കിലും റിപ്ലൈ പറ. ചെറിയ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഓക്കെ, ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്, ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാം. ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞു. ജിഷ്ണുവിന് കയറാൻ പറ്റുന്ന അഭിരാം, അഭിൻ, Present, sir. ആദർശ്, Present, sir. അക്ഷയ്, ആൽവിൻ, Present, sir. അമൽ കെ പി, Present, sir. അമൽ കെ സന്തോഷ്, Sir. അമലൻ, അനന്തു, Present, sir. അനുരാഗ്, Present, sir. അനന്തു. ഓക്കെ, അനുരാഗ്, Present, sir. ആശ്രയ്, Present, sir. അശ്വിൻ, Present, sir. ഭഗത്, ഭഗത്. ഓക്കെ, ജിജിൻ, ഫസിയുദ്ദീൻ, ജിജോ, Present, sir. ജിതിൻ, കാർത്തികേയൻ, Present, sir. ഋതുൽ, രാഹുൽ, Present, sir. സൂരജ്, Present, sir. സൗരവ്, Present. ശ്രീരാഗ്, വൈശാഖ്, വൈഷ്ണവ്, വൈഷ്ണവ് പി കെ. ഓക്കെ, വസീം, ദിനിൽ, Present, sir. വിഷ്ണു, Sir, അവന് കേറാൻ കഴിയുന്നില്ല പറയുന്നുണ്ടായിരുന്നു. പ്രസന്റാ? വിഷ്ണു മോഹൻ. ഓക്കെ, നിഖിൽ, Present, sir. റോഷിത്, വിഷ്ണു, Present, sir. തേജസ്, Present, sir. അഭിനവ്, Present, sir.
ഗോകുൽ, സച്ചിൻ, സച്ചിൻ. ഓക്കെ, അപ്പൊ ശരിയടാ. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ ആകാശ്. ഓക്കെ ഓക്കെ, താങ്ക് യു. ക്ലാസ്സിൽ ചെയ്യുന്ന പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കണേ, അതുപോലെ വെച്ചിട്ട് പോയരുത്. ആരെങ്കിലൊക്കെ ചെയ്യുന്നു, ആരെങ്കിലൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ ക്ലാസ് നടക്കുന്ന രീതിയിൽ നിൽക്കണ്ട. എക്സാമിന് വരുമ്പോൾ നിങ്ങൾ മാത്രമേ ഉണ്ടാവും.